ചുരുക്കം ചില മരുന്നുകൾ, അതായത് ആഹാരം തന്നെ. ആയുർവേദം പറയുന്നത് ഏതൊരു വസ്തുവും മരുന്ന്, ഔഷധമാണ്, ദ്രവ്യം ഔഷധമാണ് എന്നാണ്. അതിൻ്റെ ഈ രസവീര്യ വിഭാഗങ്ങളെ ആശ്രയിച്ചാണ് അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണത്, ഈ മോര് എന്ന് പറയുന്ന സംഗതി ശരിക്കും നമ്മുടെ ശരീരത്തിലെ ഈ 3 ദോഷങ്ങളെയും സമാവസ്ഥയിൽ നിലനിർത്തുന്ന ബാലൻസ്ഡ് ഡയറ്റാണ്. അതേസമയം തൈര് നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒന്നാണ്. ഈ തൈര് തന്നെ ആയുർവേദം പറയുന്ന നൈവാദ്യാനിശി, രാത്രിയിൽ കഴിക്കരുത്. നമ്മൾ ചെയ്യുന്നത് രാത്രി തൈര് കഴിക്കും. അതുപോലെ തന്നെ വേറൊന്ന് പറയുന്നത്, ഈ തൈര് കഴിക്കുമ്പോൾ നമ്മൾ ചെറുപയർ അങ്ങനെയുള്ള സാധനങ്ങളോട് ചേർത്ത് തൈര് ഒരിക്കലും കഴിക്കരുതെന്നാണ് പറയണം. പക്ഷെ അതാണ് നമുക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നുന്ന ഒരു കോമ്പിനേഷൻ. അതേസമയം മോര് നമുക്ക് കഴിക്കാം. തൈര് ഉണ്ടാക്കുന്നതനുസരിച്ച് അതിൻ്റെ മധുരമുണ്ട്, കുറച്ചുകൂടി പുളിയുണ്ട്. അതായത് നമ്മൾ എത്ര നേരം തൈര് പുറത്ത് വെച്ച് അതിനെ ഫെർമെൻറ്റ് ചെയ്യാൻ അനുവദിക്കണോ അത്രയും നേരം അതിൻ്റെ ടേസ്റ്റിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കും. ഇത് ഓരോ